നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിൽ 10ഓളം മൊബൈൽ കമ്പനികൾ ഉണ്ടായിരുന്ന ഒരു കാലം. എയർസെൽ, വോഡാഫോൺ, ഐഡിയ, ടാറ്റ ഡോകോമോ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എത്ര എണ്ണം. ഉപഭോക്താവിനെ കിട്ടാൻ വേണ്ടി അവർ മത്സരിച്ച് ഓഫറുകൾ കൊടുത്തിരുന്ന ഒരു കാലം. പക്ഷേ ഇന്നോ ആ കമ്പനികളൊക്കെ ഇന്ന് എവിടെയാണ് അപ്രത്യക്ഷമായി പോയത്? ഈ കമ്പനികൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നത് കൗതുകകരവും ഒപ്പം നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതുമാണ്. ആദ്യം എയർസെൽ 1999 കോയമ്പത്തൂരിൽ തുടങ്ങി തമിഴ്നാട്ടിലെ രാജാവായി മാറിയ ഒരു വലിയ കമ്പനി. 2018 അവർ പ്രവർത്തനം നിർത്തുമ്പോൾ 16,000 കോടി രൂപയിലധികമായിരുന്നു അവരുടെ കടം. മത്സരം താങ്ങാനാകാതെ അവർ കടം വിട്ടുപോയി. അടുത്തത് ടാറ്റ ഡോകോമോ. ടാറ്റ ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയും ജപ്പാനിലെ NTT ഡോകോമോയുടെ സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ 2017 ഭാരതി എയർടെൽ അവരെ ഏറ്റെടുത്തു. ഇനി അംബാനി സഹോദരന്മാരിലെ അനിൽ അംബാനിയുടെ കാര്യം നോക്കിയാൽ, മുകേഷ് അംബാനി ജിയോയുമായി വരുന്നതിനും വർഷങ്ങൾക്കും മുൻപേ ആർകോം വഴി വിപ്ലവം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അനിൽ അംബാനി. പക്ഷേ അമിതമായ കടവും മാറുന്ന സാങ്കേതിക വിദ്യയും ആർകോമിനെ തകർത്ത് കളഞ്ഞു. ഒടുവിൽ ആസ്തികൾ മുഴുവൻ ജ്യേഷ്ഠനായ മുകേഷ് അംബാനിക്ക് തന്നെ അനിലിന് വിൽക്കേണ്ടി വന്നു. ഇന്ന് ഇന്ത്യൻ ടെലികോം വിപണി നിയന്ത്രിക്കുന്നത് പ്രധാനമായും രണ്ടുപേരാണ്: റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലും. വോഡാഫോൺ ഐഡിയ VI കടക്കണിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ BSNL 4G 5G മത്സരത്തിൽ ഇപ്പോഴും വിറച്ച് കിതയ്ക്കുകയാണ്. ഇതൊരു ഡിയോപോളി അഥവാ ദ്വികക്ഷി കുത്തകയിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ ദോഷം നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഈ അടുത്തിടെ 20 മുതൽ 25% വരെ താരിഫ് വർധന ഒറ്റയടിക്ക് ഇവർ നടപ്പിലാക്കി. ഉപഭോക്താക്കൾക്ക് വേറെ വഴിയില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. വ്യോമയാന രംഗത്തെ പ്രതിസന്ധി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: വിപണിയിൽ മത്സരം കുറഞ്ഞാൽ നഷ്ടം നമ്മെ പോലുള്ള സാധാരണക്കാർക്കാണ്. നാളെ ഒരു പ്രഭാതത്തിൽ റീചാർജ് പ്ലാനുകൾ ഇരട്ടിയുടെ ഇരട്ടിയാക്കിയാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. ഇവിടെയാണ് BSNL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ വിലപേശൽ ശേഷി കുറയ്ക്കണം എങ്കിൽ ശക്തമായ ഒരു സർക്കാർ ബദൽ സംവിധാനം ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നത് പോലെ നെറ്റ്വർക്കിനും അമിത ബില്ലിനും മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരായി നാളെ നിൽക്കേണ്ടി വരും. അത് തീർച്ചയാണ്.